പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നാം നഗരങ്ങളെക്കുറിച്ച്, പുണ്യനഗരങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ അയോധ്യ, മധുര പഠിച്ചു. ഇനി മൂന്നാമത്തേത് മായ എന്ന ഹരിദ്വാർ. അയോധ്യ, മധുര, മായ. ഹിമാലയ പർവ്വതത്തിൻ്റെ മടിയിൽ സ്ഥിതി ചെയ്യുന്ന ഹരിദ്വാർ ഗംഗാതീരത്താണ്, ഇന്നത്തെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത്. 12 വർഷത്തിലൊരിക്കൽ പ്രസിദ്ധമായ കുംഭമേള ഇവിടെ നടക്കുന്നു. സൂര്യചന്ദ്രന്മാർ മേടം രാശിയിലും വ്യാഴം കുംഭരാശിയിലുമായിരിക്കുമ്പോൾ ഒരു മാസക്കാലമാണ് ഈ മേള നടക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ മതമേള എന്നറിയപ്പെടുന്ന 12 കോടിയിൽ പരം ജനങ്ങൾ പങ്കെടുക്കുന്നതാണ് ഈ കുംഭമേള. മറ്റു സ്ഥലങ്ങളിൽ ഗുരുവിൻ്റെ രാശി വേറെയാണെങ്കിലും കുംഭമേള എന്ന് തന്നെയാണ് അതിനെ മൊത്തം പറയപ്പെടുന്നത്. ഗംഗാനദി ഇവിടെയാണ് മൈതാന പ്രദേശത്തേക്ക് പ്രവഹിക്കുന്നത്. 320 കിലോമീറ്റർ പർവ്വതക്കെട്ടിലൂടെ ഒഴുകിയ ശേഷം ഇവിടെ വെച്ച് ഗംഗ സപ്തധാരയാകുന്നു, 7ആയി പിരിയുന്നു. ദക്ഷയാഗം നടത്തിയതും ശിവപത്നി സതി വന്ന് യാഗാഗ്നിയിൽ ചാടിയതും ശിവഗണങ്ങൾ ദക്ഷന്റെ യാഗമണ്ഡപം തകർത്തതും ഭഗവാൻ ശിവൻ ദക്ഷനെ കൊന്നതും ഇവിടെ വച്ചാണ്. ഇന്നീ തീർത്ഥം ഹിന്ദു സമൂഹത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനമാണ്. ഗംഗയിലെ ഏറ്റവും വലിയ 3 തീർത്ഥസ്ഥാനങ്ങളിൽ ഒന്നാണിത്. ഗുരുകുൽ കാങ്കഡി എന്ന പ്രസിദ്ധ വേദപഠന സ്ഥാപനം, ഭാരതത്തിലെ മഹാന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഡോക്ടർ ജി ഗുരുജി അടക്കം പ്രസിദ്ധ 7 നിലയിലുള്ള ഭാരത മന്ദിർ എന്നിവ ഇവിടെയാണ്, ഹരിദ്വാറിലാണ്. ഗായത്രി പരിവാറിൻ്റെ കേന്ദ്രമായ ശാന്തികുഞ്ച്, ബാബ രാംദേവിൻ്റെ പതഞ്ജലി യോഗപീഠ എന്നിവയും ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഋഷികേശ്, ബദരീനാഥം എന്നീ വലിയ തീർത്ഥ ആധ്യാത്മിക കേന്ദ്രങ്ങളിലേക്ക് പോകുവാനുള്ള മാർഗം തുടങ്ങുന്നതും ഹരിദ്വാറിൽ നിന്നാണ്. ഋഷികേശിൽ സ്വാമി ശിവാനന്ദാശ്രമം, ഓംകാരാശ്വര ആനന്ദാശ്രമം, കൈലാസാശ്രമം, പരമാർത്ഥ നികേതൻ, കാലി കമ്പിളിവാല ആശ്രമം, ഗീതാഭവൻ എന്നിവ സ്ഥിതി ചെയ്യുന്നു. ബദരിനാഥ ക്ഷേത്രം 4 ധാമങ്ങളിലൊന്നാണ്. അവിടുത്തെ മുഖ്യ പൂജാരി മലയാളിയാണ്. മാനസാദേവി ശക്തിപീഠവും ഹരിദ്വാറിനടുത്തു തന്നെ. ഗംഗാതീരത്തുള്ള ഹർക്കി പൗഡിയിൽ എന്നും നടക്കുന്ന സായംകാലത്തെ ഗംഗാ ആരതി ലോകത്തെ ഏറ്റവും മനോഹര കാഴ്ചകളിൽ ഒന്നാണ്. ഹരിദ്വാർ ഡൽഹിയിൽ നിന്നും 200 കിലോമീറ്റർ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. അവിടെ എത്തിച്ചേരുവാൻ റെയിൽ റോഡ് ഗതാഗതം സൗകര്യങ്ങളുണ്ട്. ഹരിദ്വാറിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മൾ കേട്ടത്. ഹരിദ്വാർ പ്രസിദ്ധമാകുന്നത് പല കാരണങ്ങൾ കൊണ്ടുമാണെങ്കിൽ കുംഭമേളയെക്കുറിച്ചുകൂടി ഈ അവസരത്തിൽ നാം മനസ്സിലാക്കണം. 3 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്നു 4 സ്ഥലങ്ങളിൽ. അത് സാധാരണ കുംഭമേള. 6 വർഷത്തിലൊരിക്കൽ 2 സ്ഥലങ്ങളിലായിട്ട് കുംഭമേള നടക്കുന്നു. അത് അർദ്ധ കുംഭമേള. 12 വർഷം കൂടുമ്പോൾ നടക്കുന്നത് പൂർണ്ണ കുംഭമേള. 144 വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ് മഹാകുംഭമേള. അത് 2013 നടന്നിട്ടുണ്ട്. ഇനി 144 വർഷം കഴിഞ്ഞിട്ടാണ് അത് നടക്കേണ്ടത്. കുംഭമേള, അതിൻ്റെ ഐതിഹ്യം, വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ അമൃതുമായിട്ട് പോകുന്ന സമയത്ത് ഒന്ന് വിശ്രമിക്കുകയും ഈ സമയത്ത് അമൃതകുംഭം ഒന്ന് തുളുമ്പിയിട്ട് അതിൽ നിന്നും 4 തുള്ളികൾ പുണ്യമായ ഭാരതത്തിലെ 4 നദികളിലേക്ക് വീണു എന്നും ആ നദികളിൽ ഈ പ്രത്യേക ദിവസം ഒഴുകുന്ന വെള്ളം അത് വെള്ളമല്ല എന്നും അമൃതധാരയാണ് എന്നും അതിൽ കുളിക്കുമ്പോൾ, സ്നാനം ചെയ്യുമ്പോൾ സകല പാപങ്ങളും അസ്തമിക്കുന്നു എന്നും ഹൈന്ദവ സമൂഹം വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ കുംഭമേള ഇത്ര മഹത്തരമായ, ലോകത്തിൽ 12 കോടിയിൽ പരം ജനങ്ങൾ പങ്കെടുക്കുന്ന വലിയ ആഘോഷമായിട്ട് നടത്തപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പുണ്യനഗരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അയോധ്യയെ നാം പഠിച്ചു, മധുര, മായ എന്നാൽ ഹരിദ്വാർ. കാശിയെക്കുറിച്ച് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.